കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിക്കും ഇനി സുവർണകാലമാണ്. ആധികാരികമായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മൂന്നാം ഊഴം കാത്തുകിടക്കുന്ന പിണറായി വിജയനും കൂട്ടരും പരക്കം പായുകയാണ്. ഇനി കോൺഗ്രസ് നേതാക്കളെ എങ്ങനെ താറടിച്ച് കാണിച്ചാൽ ആണ് വിജയിക്കാനാവുക എന്നതുകൊണ്ട് കൊണ്ടുപിടിച്ച ചർച്ചകളാണ് CPMന്റെ അന്തപുരങ്ങളിൽ അരങ്ങേറുന്നത്. ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് നേഷൻ സർവേയാണ് വരുന്ന 2026 UDF തരംഗമായിരിക്കും കേരളത്തിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് പുറത്തുവന്ന ഈ സർവേക്ക് പിന്നാലെ വലിയ പുകിലുകളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നതും. ഇവിടെ മാങ്കൂട്ടം വിഷയം റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ കത്തിച്ചുവിട്ട് ഇനി കോൺഗ്രസിന് എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച അരുൺകുമാർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതും കേരളത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണത്. എന്തുകൊണ്ട് നിങ്ങൾ വാ തുറക്കുന്നില്ല എന്നതായിരുന്നു ആ ചോദ്യം. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന തങ്ങളുടെ പരിപാടിയിലാണ് സകല എഡിറ്റേഴ്സും പിണറായി വിജയനെതിരെ വാളെടുത്തത് വാക്കുകൊണ്ട്. അതുവരെ കൈരളിയേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടി ചാനൽ പോലെ പ്രവർത്തിച്ച അതേ റിപ്പോർട്ടറാണ് ഇപ്പോൾ ഗതികെട്ട് ജനഹിതം മനസ്സിലാക്കി പിണറായി വിജയനെതിരെ തിരിഞ്ഞത്. ഇന്നിപ്പോൾ പിണറായി പോലീസിനെതിരെ നാട്ടുകാരടക്കം തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ DYFIക്കാരും SFIക്കാരും അടക്കമുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. കഴിഞ്ഞ CPMന്റെ കൊല്ലം സമ്മേളനത്തിൽ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളിലൊന്ന് ഇനി യാതൊരു വിവാദങ്ങളിലും ചെന്നുപെടാതെ നോക്കണമെന്നാണ്. എന്നാൽ മുഖ്യന്റെ വകുപ്പാണ് ഏറ്റവും അധികം വിവാദങ്ങളിൽ ചെന്നുപെട്ടിരിക്കുന്നത്. ഈ മുഖ്യന്റെ മുഖം കാണിച്ചുകൊണ്ട് വോട്ട് തേടൽ CPMന് വലിയ പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ വലിയ മൗനിഭാവയായി തുടരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സൈബർ പോരാളികളെ ഇറക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ താറടിച്ച് കാണിക്കാൻ നികേഷ് കുമാറിനെ അടക്കം സോഷ്യൽ മീഡിയയുടെ തലപ്പത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് ഇപ്പറഞ്ഞ CPM. ഈ സൈബർ ആക്രമണം മൂലം കോൺഗ്രസിൽ ചേരികൾ രൂപപ്പെടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിൽ അമർഷവും പുകയുന്നുണ്ട്. സതീഷിനെതിരായ അധിക്ഷേപം CPM തന്ത്രമെന്ന് റോജി M. ജോൺ MLA പറയുകയും ചെയ്തു. പെയ്ഡ് ഏജന്റുമാരെ വെച്ചാണ് CPMന്റെ നീക്കം. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും റോജി സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനവും ചെയ്യുന്നുണ്ട്. CPMന്റെ അടുത്ത ഇലക്ഷൻ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളെന്നാണ് റോജി ചൂണ്ടിക്കാട്ടുന്നത്. MV നികേഷ് കുമാറിനെ പോലെയുള്ള പെയ്ഡ് ഏജന്റുമാരെ ഇതിനായി ചെലവും കൊടുത്ത് നിയമിച്ചിട്ടുമുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളും ഐഡികളുമാണ് ഭാവനയിൽ നിർമ്മിച്ച കഥകൾ കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത്.